ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സെക്കൻഡ് ചാപ്റ്ററിലെ അഭ്യാസമാണ്, അതായത് എക്സസൈസാണ്. നമുക്ക് തുടങ്ങിയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. ഏക് പദേന ഉത്തരം, ഒറ്റ വാക്കിൽ ഉത്തരം നൽകുക. കൂർമ്മസ്യ കിം നാമ ആസിത്, ആമയുടെ പേര് എന്തായിരുന്നു? കമ്പുഗ്രീവ്. സരസ് തീരെ കെ ആഗച്ഛൻ, തടാകത്തിൻ്റെ അടുത്ത് ആരാണ് വന്നത്, അല്ലെങ്കിൽ ആരാണ് എത്തിയത്? ധീവരാഹ്, അതായത് മുക്കുവന്മാർ. കൂർമഹ കേൻ മാർഗേണ് അന്യത്ര ഗന്തും ഇച്ഛതി, ആമ ഏത് മാർഗം വഴിയാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചത്? ഏത് മാർഗം വഴിയായിരുന്നു? ആകാശ മാർഗേണ. ലംബമാനം കൂർമ്മം ദൃഷ്ട്വാ കെ അദ്ധാവൻ, അതായത് തൂങ്ങിപ്പോണ ആമയെ കണ്ടിട്ട് ആരാണ് ഓടിയത്? ഗോപാലകഃ, എന്താണ്? ഗോപാലകര്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അതോ ലിഖിത വാക്യാനി കഹ കം പ്രതി കഥയതി ഇതി ലിഖത്, ആര് ആർക്ക് വേണ്ടി പറഞ്ഞു എന്നതാണ് ഇവിടെ എഴുതേണ്ടത്. ആര് പറഞ്ഞു? ആർക്കു വേണ്ടി പറഞ്ഞു. പ്രാതഃ യത് ഉചിതം തത് കർത്തവ്യം, രാവിലെ ആട്ടെ എന്താണോ ഉചിതം അത് ചെയ്യാം. ആര് പറഞ്ഞു? ഹംസോ പറഞ്ഞു. 2 ഹംസങ്ങൾ പറഞ്ഞു. ആരോട് പറഞ്ഞു? കൂർമ്മം പ്രതി, ആമയോട് പറഞ്ഞു. അഹം ഭവദ്ഭ്യാം സഹ ആകാശമാർഗേണ ഗന്തുമിച്ഛാമി, അതായത് ഞാൻ നിങ്ങളോടൊപ്പം ആകാശമാർഗം വഴി പോകാൻ ആഗ്രഹിക്കുന്നു. ഇതാരാണ് പറഞ്ഞത്? കൂർമ്മമാണ് പറഞ്ഞത്. ആരോട് പറഞ്ഞു? ഹംസൗ. അത്ര കഹ ഉപായ, ഇനി എന്താണ് ഒരു ഉപായം എന്നാര് പറഞ്ഞു? ഹംസം പറഞ്ഞു. ആരോട് പറഞ്ഞു? കൂർമ്മത്തോട്. അഹം ഉത്തരം നാ ദാസ്യാമി, ഞാൻ ഒന്നും തന്നെ പറയില്ല, ഞാൻ ഉത്തരം കൊടുക്കില്ല. ആര് പറഞ്ഞു? കൂർമ്മഃ. ആരോട്? ഹംസൗ. യൂയം ഭസ്മഖാദത്, നിങ്ങളെൻ്റെ ഭസ്മം കഴിക്കും എന്ന് പറഞ്ഞ ആരാണ്? കൂർമ്മഃ. ആരോട് പറഞ്ഞു? ഗോപാലകാൻ പ്രതി. അടുത്ത് നോക്കാം. മഞ്ജുഷാത് ക്രിയാപദം ചിത്വ വാക്യാനി പൂരേത്, അതായത് ഈ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിനകത്തുനിന്ന് കറക്റ്റ് കണ്ടുപിടിച്ച് എഴുതണം. അപ്പം അതിൻ്റെ അർത്ഥം നോക്കാം. ഹംസഭ്യാം സഹ കൂർമ്മപ്പി ഡാഷ്, ഹംസത്തോടൊപ്പം കൂർമ്മവും അപ്പം അവിടെ അവരും ഉഡ്ഡിയത്തെ, അതായത് പറന്നു. അഹം കിഞ്ചതപ്പി ന, ഞാൻ ഒന്നും തന്നെ എന്തായിരിക്കും? വദിഷ്യാമി, അതായത് പറയുകയില്ല. യഹ ഹിത് കാമനാം സുഹൃദിയാം വാക്യം ന, അവിടെ എന്ത് വരും? അഭിനന്ദതി, അതായത് ആരാണോ നല്ലത് ആഗ്രഹിക്കുന്ന കൂട്ടുകാരുടെ വാക്ക് കേൾക്കാത്തത്. ഏകഃ കൂർമ്മഃ അപി തത്രൈവ, ഒരു കൂർമ്മം കൂടി അവിടെ എന്താണ്? അധിവസിച്ചിരുന്നു. പ്രതിവസതി സ്മ. അഹം ആകാശമാർഗേണ അന്യത്ര ഗന്തും, അവിടെ എന്ത് വരും? ഇച്ഛാമി, ഞാൻ ആകാശമാർഗം വഴി മറ്റൊരിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. വയം ഗൃഹം നിത്വാ കൂർമ്മം ഡാഷ്, അവിടെ എന്ത് വരും? ഭക്ഷയിഷ്യാമഃ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൂർമ്മത്തിനെ കഴിക്കും, അതായത് ആമയെ കഴിക്കും. അപ്പം അടുത്ത് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പൂർണ്ണവാക്യൻ ഉത്തരം, അതായത് കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതണം. കച്ഛപഃ കുത്ര ഗന്തും ഇച്ഛതി, അതായത് ആമ എവിടെ പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? അന്യം ഹൃദം ഗന്തും ഇച്ഛാമി, വേറെ ഒരു തടാകത്തിൻ്റെ അടുത്താണ് പോകാൻ ആഗ്രഹിച്ചിരുന്നത്, തടാകത്തിൽ പോകാനാണ് ആഗ്രഹിച്ചിരുന്നത്. കച്ഛപഃ കം ഉപായം വദതി, കച്ഛപഃ അതായത് ആമ എന്ത് ഉപായമാണ് പറഞ്ഞത്? എന്തുപായമാണ് കൊടുത്തത്? എന്തുപായമാണ്? യുവാം കാഷ്ടദണ്ഡം ഏകം ചഞ്ച്വാ ധാരയതം, അഹം കാഷ്ടദണ്ഡം മധ്യേ അവലംബ്യ യുവയോ പക്ഷബലേന സുഖേന ഗമിഷ്യാമി. നിങ്ങളെന്താണ്? ഒരു വടിയിൽ ചുണ്ട് ഘടിപ്പിച്ച് വെച്ചാൽ മതി. അപ്പം ആ വടിയുടെ മധ്യത്തിൽ തൂങ്ങി ഞാൻ നിങ്ങളുടെ പക്ഷിബലത്തിൻ്റെ സഹായത്തോടെ സുഖമായിട്ട് പോകും, അങ്ങനെ പോകാൻ സാധിക്കും എന്നാണ് കച്ഛപഃ, അതായത് ആമ ഒരു ഉപായമായിട്ട് പറഞ്ഞത്. ലംബമാനം കൂർമ്മം ദൃഷ്ട പൗരാഹ കിം അവദൻ, അതായത് തൂങ്ങിപ്പോണ ആമയെ കണ്ടിട്ട് ജനങ്ങൾ എന്താണ് പറഞ്ഞത്? അഹോ മഹാ ആശ്ചര്യം ഹംസഭ്യാം സഹ കൂർമ്മോ അഭി ഉഡ്യത്തെ, അതായത് ഓഹോ എന്തൊരാശ്ചര്യമായിരിക്കുന്നു, ഹംസത്തിനോടൊപ്പം ഒരു കൂർമ്മവും ദേ പറക്കുന്നു.
കൂർമ്മഃ മിത്രയോ വചനം വിസ്മൃത്യ കിം അവദത്. കൂർമ്മം ആമ മിത്രത്തിൻ്റെ വചനം വിസ്മരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? യൂയം ഭസ്മഖാദത്. അതായത് കൂർമ്മം മിത്രോ വചനം വിസ്മൃത്യ അവദത് യൂയം ഭസ്മഖാദത്. കൂർമ്മം മിത്രങ്ങളുടെ വചനം മറന്ന്, മിത്രങ്ങൾക്ക് കൊടുത്ത വാക്ക് മറന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങളൊക്കെ എൻ്റെ ഭസ്മം കഴിക്കും, നിങ്ങളെൻ്റെ ഭസ്മം കഴിക്കും. യൂയം ഭസ്മം ഖാദത്. ഘടനാക്രമാനുസാരം വാക്യാനി ലിഖത്. അതായത് ഓരോ ഘടന അനുസരിച്ച് ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട് അതായത് കറക്റ്റ് ഓർഡറിൽ ചെയ്യണം. ഇതിൻ്റെ അർത്ഥം മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഇത് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, അർത്ഥം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൂർമ്മഃ ഹംസയോ സഹായതയാ ആകാശമാർഗേണ അഗച്ഛത്. കൂർമ്മം ഹംസത്തിൻ്റെ സഹായത്തോടെ ആകാശമാർഗം വഴി വന്നു. പൗരാഹ അകഥയൻ വയം പതിതം കൂർമ്മ ഖാദിഷ്യാമഹ. ജനങ്ങൾ പറഞ്ഞു, ഞാൻ എന്താണ്, അതായത് ഞങ്ങൾ, വയം ഞങ്ങൾ, പതിതം അതായത് താഴെ വീണാൽ കൂർമ്മത്തിനെ കഴിക്കും, ആമയെ കഴിക്കും. കൂർമ്മഃ ഹംസോ ച ഏകസ്മിൻ സരസി നിവസന്തി സ്മ. കൂർമ്മോ ഹംസവും ഒരു സരസത്തിൽ അതായത് ഒരു തടാകത്തിൽ അധിവസിച്ചിരുന്നു. കേച്ചിത്ത് ധീവരാഹ സരസ്തീരെ അകച്ചൻ. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ മുക്കന്മാർ തടാകത്തിൻ്റെ അരികെ വന്നു. കൂർമ്മഃ അന്യത്ര ഗന്തും ഇച്ഛതി സ്മ. ആമ മറ്റൊരിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ലംബമാനം കൂർമ്മം ദൃഷ്ടുവ പൗരാഹ അദ്ധാവൻ. അതായത് കമ്പിൽ തൂങ്ങി പോണ കൂർമ്മത്തെ കണ്ട് ജനങ്ങൾ ഓടി. കൂർമ്മഃ ആകാശാത് പതിത പൗരഃ മാരിതശ്ച. കൂർമ്മം അതായത് ആമ ആകാശത്തിൽ നിന്ന് താഴെ വീണപ്പോഴേക്കും ജനങ്ങൾ കൊന്നു. വയം ശ്വ മത്സ്യകൂർമാദിന മാരിഷ്യാമ ഇതി ധീവരാഹ അകതയൻ. നാളെ നമുക്ക് നാളെ എന്തായാലും നമുക്ക് നാളെ മത്സ്യകൂർമ്മങ്ങളാദികളെ കൊല്ലാം. ഇങ്ങനെ മുക്കുവന്മാർ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റ് ഓർഡറിൽ ഇത് ചെയ്യണം. ഓക്കെ. മഞ്ജുഷാത് പദാനി ചിത്വാ റിക്തസ്ഥാനാനി പൂരത്. അതായത് കറക്റ്റ് വേർഡ് കണ്ടുപിടിച്ച് ബ്ലാങ്ക്സ് എല്ലാം ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഏകസ്യ വൃക്ഷസ്യ ശാഖാസു അനേക കാക്ക വസന്തി സ്മ. ഒരു വൃക്ഷത്തിൻ്റെ ബ്രാഞ്ചിൽ അതായത് ശാഖയിൽ കുറേ കാക്കകൾ താമസിച്ചിരുന്നു. തസ്യ വൃക്ഷസ്യ ഇവിടെ എന്ത് വരും? കൂട്ടരെ ഏക സർപ്പ അപ്പി അവസത്. അതായത് അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ താഴെ ഒരു സർപ്പവും അധിവസിച്ചിരുന്നു. അതായത് വൃക്ഷത്തിൻ്റെ താഴെ ഒരു പുറ്റുണ്ടായിരുന്നു. ആ പുറ്റിൽ ഒരു സർപ്പവും താമസിച്ചിരുന്നു. കാകാനാം അനുപസ്ഥിതോ. അതായത് കാക്കയുടെ ആബ്സെൻസിൽ അവിടെ എന്ത് വരും? ആരാണ് പോയിട്ടുണ്ടാവുക? സർപ്പഹ കാകാനാം ശിശുനാം ഖാദതി സ്മ. അതായത് കാക്കയില്ലാത്ത സമയം നോക്കി സർപ്പം എന്ത് ചെയ്യും? കാക്കയുടെ ശിശുക്കളെ കഴിക്കും. കാകാഹ ദുഃഖിത ആസൻ. അപ്പം കാക്കയുടെ കുഞ്ഞുങ്ങളെ കഴിക്കുമ്പോൾ എന്തായാലും കാക്ക ദുഃഖിതരായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്തുവരും? ദുഃഖിതാഹ ആസൻ. തേഷു അങ്ങനെ ഇരിക്കെ ഏകഹ വൃദ്ധ കാക്ക. അതായത് വൃദ്ധയായ കാക്ക. അതായത് കാക്ക ഒരു ഉപായം പറഞ്ഞു. ഉപായം അച്ചന്തേത്. ഉപായം ചിന്തിച്ചു. വൃക്ഷസ്യ ഡാഷ് ജലാശയാസിത്. വൃക്ഷത്തിൻ്റെ സമീപത്ത് ഡാഷ് ഇവിടെ എന്തൊരു സമീപേ. വൃക്ഷത്തിന് സമീപത്ത് ഒരു ജലാശയമുണ്ട്. തത്ര ഏക രാജകുമാരി. അവിടെ ഒരു രാജകുമാരി സ്നാത്തും ജലാശയം ആഗച്ഛതി സ്മ. അവിടെ ഒരു രാജകുമാരി കുളിക്കാൻ വരാറുണ്ട്. ശിലായാം സ്ഥിതം തസ്യ ആഭരണം ആദായ ഏകഃ കാക വൃക്ഷസ്യ ഉപരി അസ്ഥാപയത്. ശിലായാ സ്ഥിതം തസ്യ ആഭരണം. അതായത് കല്ലിൻ്റെ മേലെ ശിലയുടെ മേലെ വച്ചിരുന്ന ആഭരണം ആദായ എടുത്തുകൊണ്ട് ഒരു കാക്ക വൃക്ഷത്തിൻ്റെ മേലെ കൊണ്ടങ്ങ് വച്ചു. രാജസേവകാഹ കാകം അനുസൃത്യ വൃക്ഷസ്യ സമീപം ആഗച്ഛൻ. രാജസേവകർ കാക്കയുടെ പിന്നാലെ പോയി വൃക്ഷത്തിൻ്റെ സമീപത്ത് എത്തി. തത്ര തേ തം സർപ്പം ച മാറേത്. അവിടെയാണ് അവർ സർപ്പം കാണുകയും അതിനെ കൊല്ലുകയും ചെയ്തു. ഈ ഒരു ഉപായം കൊണ്ട്, അതായത് കാക്ക ചെയ്ത ഈ ഒരു ഉപായം കൊണ്ട്, ആഭരണം കൊണ്ട് വെച്ചില്ലേ, ആ ഒരു ഉപായം കൊണ്ട് എല്ലാം തന്നെ സാധ്യമായി. ആ ഒരു പ്രശ്നമേ സോൾവായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.